സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വാക്യം 1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 2 ദിവസമായി നാം ധ്യാനിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ്. ഇത് ഒരു നീണ്ട പരമ്പരയാണ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഏതൊരു തലമുറയിലും ഏതൊരു യുഗത്തിലും കാലത്തിലും ജീവിച്ചിരുന്നവരിൽ ഒരു കൂട്ടം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. പല മുനിമാർ, മഹർഷിമാർ, തപസ്യ വര്യന്മാരൊക്കെ അനേകം മൈലുകൾ താണ്ടി കാടുകളിലും മേടുകളിലും വനങ്ങളിലും മറ്റു പലയിടങ്ങളിലും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നു. അതിൽ 2 കാര്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാം ധ്യാനിച്ചത്. ഇന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള 3-ാമത്തെ കാര്യം നാം ധ്യാനിക്കുകയാണ്. ഇവിടെ പൗലോസ് താൻ സ്ഥാപിച്ച റോമ സഭയിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സമർപ്പണം അത്യാവശ്യമാണ്. ഈ സമർപ്പണത്തിൽ ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളാണ്. അത് ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി സമർപ്പിച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമായി തീരുന്നതെന്ന് ഈ റോമാലേഖനം 12:3 പൗലോസ് വിശദീകരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ് പൗലോസ് പറയുന്നത്. ഇവിടെ നാം വായിച്ച റോമർ 12:1-2 വാക്യങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പാൻ പറഞ്ഞിട്ട് 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് എന്ന് തിരിച്ചറിയുവാൻ പൗലോസ് അപ്പോസ്തലൻ പ്രബോധിക്കുകയാണ്. ഈ 2 പദങ്ങളിലുള്ള ദൈവത്തിൻ്റെ പ്രബോധനം, ഉപദേശം, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിന് ഒരു സമർപ്പണം അത്യാവശ്യമാണ്. ഏത് കാര്യത്തിനാണ് സമർപ്പണം ആവശ്യപ്പെടുന്നത്? അതെ, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവരാജ്യത്തിന് അനുരൂപമായി. അതെ, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവരാജ്യത്തിന് അനുരൂപമായി ജീവിക്കുവാനാണ്. അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം സ്വർഗീയ പൗരത്വമുള്ളവരാണ്. നിങ്ങളുടെ പൗരത്വം ഭൂമിയിലല്ല സ്വർഗത്തിലത്രയെന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗീയ പൗരത്വമുള്ള നമുക്ക് ഈ ലോകത്തിന്
അനുരൂപരായി ജീവിക്കാൻ നാം കടപ്പെട്ടവരല്ല. പ്രത്യുത ആ സ്വർഗീയ ദൈവരാജ്യത്തിന് അനുരൂപരായി ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അതിന് ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്നു. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് യഥാസ്ഥാനപ്പെടുവാനിടയാകും. അപ്രകാരമുള്ള ഒരു പരിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.